തിലകമാമൻ അന്ന് അഭിനയിക്കുമ്പോൾ തിലകമാമൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഭയങ്കര റഫാണ്. അപ്പം നാടകത്തിലും വില്ലൻ റഫായിട്ടുള്ള ക്യാരക്ടറല്ലേ. അപ്പോൾ ഒരു ദിവസം ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു തിലകമാമൻ. അപ്പം നാടകം ഇല്ലെങ്കിൽ അവരവിടെ നിൽക്കും. അപ്പം അന്നേരം അച്ഛൻ പറയും വീട്ടിൽ വന്ന് ഊണ് കഴിക്കാനായിട്ട് വരാൻ പറയും. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ബെല്ലടിക്കും. കറണ്ടില്ല. അപ്പോൾ വാതിൽ തട്ടി. അപ്പം ഞാൻ ഈ ജനലിൽ കൂടെ നോക്കുമ്പോൾ തിലകമാമന തുറക്കുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഉണ്ണണ്ട ഇവിടെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ പിന്നെയും തട്ടുന്നു. അപ്പോൾ ഇയാൾക്ക് എന്നെ കാണാം. അപ്പോൾ ഇയാൾ പറഞ്ഞു മോളെ വാതിൽ തുറക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു എത്തുന്നില്ലേ, ഒരു കസേര എടുത്തിട്ടിട്ട് തുറക്ക്. പിന്നെ ഇല്ല. പിന്നെ പുള്ളി കൂടെ കറങ്ങി അടുക്കള വശത്ത് നിന്നിട്ട് ഇവള് ജനലിൽ കൂടെ കർട്ടൻ മാറ്റി നോക്കുന്നുണ്ടായിരുന്നു. എന്ത് ഇവക്ക് എത്തത്തില്ലേ, ഇവക്കൊരു കസേര ഇട്ടിട്ട് തുറന്നുവിടായിരുന്നു വാതിലെന്ന് വെച്ചാൽ. അച്ഛൻ പറഞ്ഞു അതാ ശരിയാന്നല്ലോ, ഇവള് വാതിൽ ഉറക്കുന്നവളാന്നല്ലോ. ഊണൊക്കെ കഴിഞ്ഞ് പോയി. അപ്പോഴും പുള്ളിക്കാരൻ എന്നെ ഒന്ന് നോക്കി. അപ്പം അച്ഛൻ്റെ ചോദിച്ചു എന്താ നീ വാതിൽ തുറക്കാൻ, നിനക്ക് കയ്യെത്തത്തില്ലേ, നിനക്ക് അകത്ത് വന്ന് പറഞ്ഞുകൊണ്ടേ. ഞാൻ അറിയാരെന്ന്, ഞാൻ മനഃപൂർവ്വം തുറക്കാഞ്ഞതാന്ന് പറഞ്ഞു. അതെന്താ, എനിക്കിഷ്ടമല്ല അയാളെ. അച്ഛൻ ചോദിച്ചതൊന്നും ഇഷ്ടം. ആ നാടകത്തിൽ ആ ആൻറ്റി എന്തോരം കരയിപ്പിക്കുക, വൃത്തികെട്ട മനുഷ്യന്. അച്ഛൻ പറഞ്ഞു മോളെ അത് അഭിനയമാണ്, നിനക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അയാൾ അഭിനയിച്ചത് നന്നായി. എനിക്ക് ആദ്യമായിട്ട് അഭിനയത്തിൻ്റെ ഒരു പാഠം അച്ഛനാണ് പറഞ്ഞത്.